ഒരു 10-15 മിനിറ്റ് വെയിലത്ത് നിന്നാൽ തന്നെ അപ്പോഴേ വാടിപ്പോവും. അങ്ങനത്തെ കണ്ണാ എന്റെ. പ്ലേറ്റ് എനിക്ക് കുറച്ചധികം കിടക്കണം. പിന്നെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ കല്യാണം കഴിക്കാൻ തന്നെ തോന്നി സൈഡ് പ്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ എനിക്ക് കണ്ണ് ഭയങ്കര ക്ഷീണമായിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഒരു കുറച്ചേരം കഴിയുമ്പോൾ തന്നെ നമ്മളൊരു ഡള്ളായി തോന്നൂലേ. അപ്പം കണ്ണിന്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് തന്നെ. ആന്റിയുടെ മേക്കപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണ് വെച്ചിട്ട് ഞാൻ മെയിനായിട്ട് ഇവിടെ എനിക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ വന്നത്. അപ്പം അത്ര എനിക്കുള്ളൂ. ബാക്കി കല്ലറ കുറച്ച് അകത്തോട്ട് പോകണം എനിക്ക്. അങ്ങനെ ബസ് എന്നുള്ള സ്ഥലമൊന്നുമല്ല, കുറച്ച് അകത്തോട്ട് പോകണം. പിന്നെ സ്കിൻ ടോൺ വെച്ചിട്ട് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കണ്ണ് നല്ല തന്നെ ആന്റി, പക്ഷെ ഒരു ക്ഷീണം വരും വരും. ഹെയർ എനിക്ക് സ്യൂട്ടായിട്ടുള്ള രീതിയിൽ ചെയ്താണ്. മറ്റേ മെസ്സി പോലെ അയ്യോ ഞാൻ വേണല്ലോ. മന്ദബുദ്ധി കണ്ണൊക്കെ വിചാരിച്ചതൊക്കെ വന്നു. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്നെ ഇപ്പൊ തന്നെ ക്ഷീണം വന്നു തുടങ്ങി, പക്ഷെ അതറിയണില്ല. അല്ലടാ, എനിക്ക് ഓൾറെഡി ഒരു ഉറക്കമാണ്. കണ്ണ് നമ്മള് എണീറ്റൊക്കെ വന്ന് നിന്ന് ഒത്തിരി എണീറ്റൊക്കെ വരുമ്പോഴേ നല്ലതായിട്ടിരിക്കും. ഒത്തിരി ഒരു 5 മിനിറ്റ് വെയിലത്തോട്ട് ഇറങ്ങണം. കറക്റ്റ് കണ്ണിന്റെ സ്വഭാവം അറിയണം. പിന്നെ ഞാൻ എന്നിട്ട് കണ്ണൊക്കെ തുറന്നിങ്ങനെയൊക്കെ അങ്ങ് നിൽക്കും. എനിക്ക് വിശപ്പിന്റെ അസുഖം വരുമെന്ന് എനിക്കറിയാം. ടെൻഷൻ വരുമ്പോ എനിക്ക് വിശക്കും. ഭയങ്കര വിശപ്പല്ല ആന്റി, ഇച്ചിരി എന്തെങ്കിലും മതി. ചിലപ്പോ ഒരു ശകലം ഒരു ചോക്ലേറ്റ് ഒരു പീസ് കഴിച്ചാലും മതിയായിരിക്കും. ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കഴിക്കണത് ഇവിടെ നിന്ന് ഇപ്പഴാ പറഞ്ഞെന്ന് തോന്നുന്നു. ഇങ്ങനെ പിടിക്കണം. അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ പിടിച്ചാണ്ട് ഇങ്ങനെ വെച്ചേക്കും എല്ലാ ഫോട്ടോയിലും. അപ്പൊ ഞാനാണ് അമ്മയ്ക്ക് സാരി എടുത്ത് കൊടുക്കണ, എല്ലാം ഉടുപ്പിച്ച് വെച്ചു കൊടുക്കണതാണ്. ഇന്നിപ്പോ ഞാൻ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. സാരി കൊടുക്കാറില്ല, എല്ലാത്തിനും ആള് വേണം. ഒരു 10 അല്ല, അറേഞ്ച് മാരേജാ. പക്ഷെ അതുകൊണ്ട് ആരും വിശ്വസിക്കാനില്ല അറേഞ്ച് മാരേജ് ആണെന്ന് പറഞ്ഞിട്ട്. അത് എന്റെ വീഡിയോ ഒന്നും കണ്ട ആരും പറയത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കണോണ്ടേ പെട്ടെന്ന് സിങ്ക് ആവും. അപ്പം എനിക്ക് 3 ദിവസം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു തവണ കണ്ട ആളുടെ അടുത്ത് തന്നെ കണ്ടാത്തോന്ന് ഞാൻ 10 വർഷം പരിചയമാണ്. അങ്ങനെ ഞാൻ സംസാരിക്കും. പെമ്പിള്ളേരുടെ അടുത്തൊക്കെ ഭയങ്കര അലപ്പാണ്.
അപ്പൊ ഈ നമ്മളെ ഇതുണ്ടല്ലോ മറ്റേ വാക്കുറപ്പിക്കാൻ വേണ്ടിട്ട് വന്നപ്പോ ഒരു വീഡിയോ എടുത്ത് അതിന് ഭയങ്കര സംസാരം. ആ വീഡിയോ കണ്ടപ്പോ എല്ലാരും വെച്ച് എന്റെ എത്രയോ വർഷത്തെ പ്രണയം. പക്ഷെ എനിക്ക് 2 ആഴ്ച പരിചയമുള്ളൂ. പക്ഷെ അത് കണ്ടാ തോന്നും 2 ആഴ്ചയാണ് അന്ന് പരിചയം എനിക്ക് പുള്ളിയാ ബാക്ക് ഉറപ്പിക്കല്ലേ. അപ്പുറപ്പുറമല്ല, അടുത്താണ് എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ പോയ സ്ഥലത്തുനിന്ന് 2 സ്റ്റോപ്പ് അപ്പുറത്താണ്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാവരും എന്നെ അങ്ങ് പറഞ്ഞു പ്രേമിച്ചത് ഉറപ്പിച്ചവര്. ഇതുവരെ പറഞ്ഞില്ല എന്നൊക്കെ. എന്നാലും ഇത്രയും ഇതായിരുന്നിട്ടും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആരും എങ്ങും കണ്ടുമില്ല. അതുകൊണ്ടൊന്നും ഉറപ്പിക്കാനും മതി. അതിന്റെയൊക്കെ അറിയാലോ. അപ്പൊ അറിയാട്ടോ ഏതാണോ എനിക്കറിയാം. അല്ല നമ്മളൊക്കെ വന്നിട്ട് നമ്മളെ അഭിപ്രായം പറഞ്ഞാലും ഫ്ലോപ്പായി പോയാൽ എത്രയോ ബ്രൈഡിനെ കണ്ട എക്സ്പീരിയൻസ് ഉള്ള ആന്റി പറയണതിന്റെ അപ്പുറം വരും. എനിക്ക് മാലയുടെ ABCD പോലും വന്നത് അതാണ് മുമ്പ് മേടിച്ചിട്ട് ഔട്ട് ഓഫ് ഫാഷൻ. പക്ഷെ എന്താ മാല ഉള്ള റേറ്റ് നോക്കി ഞാൻ 2 ആഴ്ച ഇരുന്ന് ഫുള്ളിരുന്ന് തപ്പി തപ്പി തപ്പി. ഇതാണോ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്ക് അതാണ് ഇപ്പൊ ട്രെൻഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കിയപ്പോ ഞാൻ നോക്കിയപ്പോ എല്ലാ പേജിലും ഇതിന്റെ പച്ചമുത്തും ഓറഞ്ച് മുത്തും, മുത്തില്ലാത്തത്, മുത്തുള്ളത്. പിന്നെ ഒരെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഈ പച്ച ഈ സ്റ്റോൺ കണ്ട ഇതില്ല. ആ കർണേറൊന്നും പ്ലെയിൻ കളറാണ്. ഇത് കാണിക്കും എന്തെന്ന് അവിടെ പോയി ഞാൻ നല്ല ചിരിക്കും. എന്റെ അടുത്ത് ചിരിക്കാനൊന്നും പറയേണ്ടത്, ഞാൻ ചിരിക്കും. ഇഷ്ടപ്പെട്ടേട്ടാ സത്യമായിട്ടും. എനിക്ക് ഭയങ്കര പക്ഷെ കൊള്ളായിരിക്കും വിചാരിച്ചു. എന്നാലും ഞാൻ അങ്ങനെ ഒരു ലുക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷെ കൊള്ളാം. ഇത്രയൊക്കെ ഉണ്ടാവും. എങ്ങനെയാണോ വന്നത് പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെയുണ്ട്. എൻ്റെ കണ്ണും ഹെയറും സാരിയൊക്കെ സൂപ്പർ. ഇഷ്ടപ്പെട്ട ഹോൾ ലുക്ക്? ഓക്കെ, ഇഷ്ടപ്പെട്ടു.